ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ടെസ്റ്റ് പ്രവാസിയുടെ പുതിയൊരു വ്ളോഗിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യുന്നത് നല്ല നാടൻ ചെമ്മീൻ തീയലാണ്. തീയൽ ഇഷ്ടപ്പെടാത്ത മലയാളികളില്ലല്ലോ. അതുപോലെ തന്നെ ഈ ചെമ്മീൻ തീയൽ നമ്മൾ വറുത്തരച്ച് നല്ല ചെറിയുള്ളിയും മുരിങ്ങക്കോലും ഒക്കെ ചേർത്ത് നല്ല കിടു ടേസ്റ്റുള്ളൊരു സാധനമാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ അത് എങ്ങനെയാണ് ചെയ്യുന്നത് നമുക്ക് നോക്കാം. ഒരു കിലോ ചെമ്മീനുണ്ട്. ഇത് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുക്കുക. അതിനുശേഷം ഒരു 300 ഗ്രാമോളം ചെറിയുള്ളി വൃത്തിയാക്കിയ ശേഷം രണ്ടായി പിളർത്തിയെടുക്കുക. 2 തണ്ട് കറിവേപ്പില, ഒരു ചെറിയ കഷ്ണം വെളുത്തുള്ളി, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, ഇത് രണ്ടും അരിഞ്ഞെടുക്കുക. 3 പച്ചമുളക് രണ്ടായി പിളർത്തിയെടുക്കുക. 2 മുരിങ്ങക്കായ വൃത്തിയാക്കിയ ശേഷം ഒരേ അളവിൽ കട്ട് ചെയ്തെടുക്കുക. ഒരു തക്കാളി കൂടി എടുത്തു വെക്കുക. ഇതിനുശേഷം നമ്മുടെ ചെറുനാരങ്ങ വലുപ്പത്തിലുള്ള പിഴുപുളി കുറച്ച് ഉപ്പും ചേർത്ത് വെള്ളത്തിലിട്ട് വെക്കുക. ഇതിൻ്റെ ജ്യൂസ് നമുക്ക് ഇതിലേക്ക് ചേർക്കേണ്ടതാണ്. ഒരു ഫ്രൈ പാൻ അടുപ്പിൽ വെച്ച് ചൂടാക്കിയ ശേഷം കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. അതിലേക്ക് നമ്മുടെ തേങ്ങ ചിരകിയത് ഇട്ട് കൊടുക്കുക. തേങ്ങ ചിരകിയതിൻ്റെ കൂട്ടത്തിൽ നമ്മളൊരു 3-4 ചെറിയുള്ളി കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പം ഇത് മൂത്ത് വന്നു കഴിഞ്ഞാൽ നമുക്ക് അരച്ചെടുക്കാൻ കുറച്ച് എളുപ്പമായിരിക്കും. ചെറുതായിട്ടൊന്ന് വാടി വന്നതിന് ശേഷം ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇടുന്നുണ്ട്. കൂടാണ്ട് ഒരു 3 ടീസ്പൂണോളം കാശ്മീരി ചില്ലി ചേർക്കുന്നുണ്ട്. അപ്പം അതിനുശേഷം നന്നായിട്ട് ഇത് മിക്സ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക. ഇപ്പോൾ ഇത് നന്നായിട്ട് മൂത്ത് റെഡിയായി വന്നിട്ടുണ്ട്. നമുക്കിത് മിക്സിയിൽ നല്ല കുഴമ്പ് പരുവത്തിൽ അരച്ചെടുക്കാം. ഇനി കറി വയ്ക്കാനായിട്ട് ഒരു പാത്രം അടുപ്പിൽ വെച്ച് ചൂടാക്കിയ ശേഷം അതിലേക്ക് നമ്മുടെ അരിഞ്ഞു വെച്ചിരിക്കുന്ന വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക്, കറിവേപ്പില എന്നിവ ചേർത്ത് കൊടുക്കുക. ചേർത്ത് ഒരു ബ്രൗൺ കളർ ആവുന്നത് വരെ മൂപ്പിച്ചെടുക്കുക. അതിനുശേഷം നമ്മുടെ ചെറിയുള്ളി അരിഞ്ഞത് അതിലേക്ക് ചേർത്ത് കൊടുക്കാം. ചെറിയുള്ളി ചേർത്ത ശേഷം നന്നായിട്ട് ഇളക്കി ഇതായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. അതിനുശേഷം നമുക്ക് ലൈറ്റായിട്ട് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇത് പെട്ടെന്നൊന്ന് വെന്ത് കിട്ടാൻ എളുപ്പമാണ്. അതിനുശേഷം നമ്മുടെ അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളി കൂടി അതിലേക്ക് ചേർക്കുക. തക്കാളി ചേർത്ത ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്ത് ഇത് ഒരു ലോ ഫ്ലെയിമിൽ 5 മിനിറ്റോളം അടച്ച് വെച്ച് വേവിച്ചെടുക്കുക. ഇപ്പോൾ ചെറിയുള്ളിയും തക്കാളിയൊക്കെ ചെറുതായിട്ടൊന്ന് വാടി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മുടെ മുരിങ്ങക്കായ ചേർത്ത് കൊടുക്കുക. മുരിങ്ങക്കായ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് വീണ്ടും ഇത് 5 മിനിറ്റോളം ലോ ഫ്ലെയിമിൽ അടച്ചു വെച്ച് വേവിക്കാം. ഇപ്പോൾ നമ്മുടെ മുരിങ്ങക്കായൊക്കെ ഒരു ഹാഫ് കുക്ക്ഡ് ആയിട്ടുണ്ടാവും. ഇനി ഇതിലേക്ക് നമ്മുടെ മെയിൻ സാധനമായ ചെമ്മീൻ ചേർത്ത് കൊടുക്കാം. ചെമ്മീൻ ഇതിലേക്ക് ചേർത്ത ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കണം. ഈ കൂട്ടുമായിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആവണം. ഇനി നമ്മൾ മിക്സിയിൽ നല്ല കുഴമ്പ് പരുവത്തിൽ അരച്ചെടുത്തിരിക്കുന്ന നമ്മുടെ തേങ്ങാക്കൂട്ട് ചേർത്ത് കൊടുത്ത ശേഷം ആവശ്യത്തിന് വെള്ളം കൂടി ചേർത്ത് കൊടുക്കുക. അതിനുശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് യോജിപ്പിക്കുക. നന്നായിട്ട് മിക്സ് ചെയ്ത ശേഷം നമുക്കിതൊരു അടച്ച് വെച്ചിട്ട് ഒന്ന് തിളയ്ക്കാനായിട്ട് വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ ഇത് നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് പിഴുപുള്ളിയുടെ ജ്യൂസ് ചേർത്ത് കൊടുക്കാം. പിഴുപുള്ളിയുടെ ജ്യൂസ് നമ്മൾ ചേർത്ത ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കണം. ഇതിന് ശേഷം നമ്മൾ ഉപ്പ്, ഇത് കറിക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്തിട്ടില്ല, അപ്പോൾ ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. ഉപ്പ് ചേർത്ത ശേഷം നമുക്ക് ഇത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചിട്ട് ഒരു 5 മിനിറ്റ് ലോ ഫ്ലെയിമിൽ അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. ചെമ്മീൻ അധികം വേവില്ല, പെട്ടെന്ന് വെന്ത് കിട്ടും. നമ്മൾ ഓൾറെഡി ഹാഫ് കുക്കായ ശേഷമാണ് നമ്മൾ അരപ്പ് ചേർത്തത്. അതിനുശേഷം നമ്മൾ പിന്നെയും 5 മിനിറ്റ് അടച്ചു വെച്ച് വേവിച്ചു. അപ്പം ഇത് വെന്ത് റെഡിയായി വന്നിട്ടുണ്ട്. നമുക്ക് ഇതിലേക്ക് ഇനി കടുക് താളിക്കേണ്ടതായിട്ടുണ്ട്. കടുക് താളിക്കാനായിട്ട് ഒരു ഫ്രൈ പാൻ അടുപ്പിൽ വെച്ച് ചൂടാക്കിയ ശേഷം അതിലേക്ക് ആവശ്യത്തിന് എണ്ണ ഒഴിച്ചു കൊടുക്കുക. അതിനുശേഷം നമ്മുടെ കടുക് അതിലേക്ക് ഇട്ട് കൊടുക്കുക. കടുക് ഇട്ട ശേഷം അത് ചെറുതായിട്ട് പൊട്ടി വരുമ്പോഴേക്കും നമ്മുടെ ചെറിയുള്ളി അരിഞ്ഞത് കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ചെറിയുള്ളി ഇട്ട ശേഷം നമുക്ക് 3-4 വറ്റൽമുളക് രണ്ടായി പിളർത്തി അതിലേക്ക് ഇട്ട് കൊടുക്കുക. കളറ് നല്ലപോലെ കിട്ടാനായിട്ട്, നല്ലൊരു ഫ്ലേവർ കിട്ടാനായിട്ട് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂണോളം കാശ്മീരി മുളക് പൊടിയും ചേർത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക. ഇനി ഇത് നമുക്ക് തീയലിലേക്ക് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നമുക്ക് ഇത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കണം. നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് കഴിഞ്ഞാൽ നമ്മുടെ തീയൽ റെഡി ആയിട്ടുണ്ട്. നമ്മുടെ എണ്ണയൊക്കെ നല്ലതായിട്ട് മുകളിൽ തെളിഞ്ഞു വന്നിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ വറുത്തരച്ച ചെമ്മീൻ തീയൽ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊരു സർവിങ് ബൗളിലേക്ക് മാറ്റാം. അപ്പോൾ ഗൈസ്, എല്ലാവർക്കും തീയൽ ഇഷ്ടമായെന്ന് കരുതുന്നു. നല്ല കിടു സാധനമാണ്, എല്ലാവരും ട്രൈ ചെയ്യുക. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. കൂട്ടത്തിൽ ആ റൈറ്റ് സൈഡിൽ കാണുന്ന ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്തോളൂ. അപ്പോൾ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വ്യത്യസ്തമായ വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടും. വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും ബൈ.